ഉണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹീറോയിക് ഇമേജ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ SFIയുടെ ആയാലും DYFIയുടേതായാലും സമാന്തര സമരം നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ. അവർ നടത്തുന്ന സമരത്തിലും PDTP ആക്ട് ഉണ്ട് എങ്കിൽ, അവരും ഈ പബ്ലിക് പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലേ? അവരും റിമാൻഡിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു നമ്പർ 1 ക്രിമിനൽ അല്ലേ? 40-40ഓളം കേസുകൾ, യഥാർത്ഥ വധശ്രമ കേസുകളുണ്ട്. ചാനലുകളുടെ മുമ്പിൽ അദ്ദേഹം നടത്തിക്കൂട്ടിയ പരാക്രമങ്ങൾ, സഹപ്രവർത്തകയായിട്ടുള്ള വനിതാ അംഗത്തിനെതിരെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടത്തിയ അതിക്രമം അടക്കമുള്ള കാര്യങ്ങളുടെ വിഷ്വലുകൾ അടക്കം ആളുകളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു സ്ഥിരം ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള, ഒരു ഹാബിച്വൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ പറയുന്ന പോലീസിന്റെ സമീപനം എന്താണ്? അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയപ്പോൾ അവിടെ നടന്ന സംഘർഷത്തിന്റെ പേരിൽ ആ സമരത്തിന്റെ നായകനെ ഈ നിലയിൽ വേട്ടയാടുന്ന ഒരു സമീപനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് DYFIയുടെ ഏതെങ്കിലും സമരം അക്രമാസക്തമായതിന്റെ പേരിൽ DYFI സംസ്ഥാന സെക്രട്ടറിയെ ഈ നിലയിൽ പുലർച്ചെ വീട് വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും നേരിട്ട് ക്രൈമിൽ ഇൻവോൾവ് ചെയ്ത പ്രവർത്തകരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പോലും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ പരുക്ക്, പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് ആക്രമിച്ച വിഷയമോ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതായിട്ട് ഇപ്പോഴും പോലീസിന് വാദമുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങളെക്കുറിച്ച് എന്റെ അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ്. പോലീസും പ്രോസിക്യൂഷനും ആ നിലയിലുള്ള വാദം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നില്ല. മറിച്ച് അങ്ങനെ ഒരു അക്രമ സംഭവം നടന്നപ്പോൾ ആ സമരത്തിന്റെ നായകൻ എന്ന നിലയിൽ അത് നിരുത്സാഹപ്പെടുത്തിയില്ല, തടയാൻ ശ്രമിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി ആ സമരത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതൊരു വേട്ടയാടൽ ഇവിടെ സ്വാഭാവികമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വേട്ടയാടൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള അസഹിഷ്ണുതയാണ്, പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി VT ബൽറാം, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, താങ്കൾ അത് കേട്ടില്ല എന്ന് തോന്നുന്നു. P ശശിയാണ് ഇതിന് പിന്നിൽ എന്ന് എന്തുകൊണ്ടാണ് BV ശ്രീനിവാസ് പറയുന്നത്? അത് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് തന്നെയാണോ? അല്ല, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിലാണല്ലോ P ശശി ഇരിക്കുന്നത്. P ശശി വന്നതിന് ശേഷമാണ് ഈ നിലയിലുള്ള വലിയ രീതിയിലുള്ളൊരു വ്യതിയാനം പോലീസിന്റെ നയങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കുന്നത്. നേരത്തെ പുത്തലത്ത് ദിനേശനായിരുന്നു ആ ചുമതല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർവഹിച്ചിരുന്നത്. അന്നൊന്നും ഇത്രയും പോലീസിനെ ഏകപക്ഷീയമായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തിയ അവസ്ഥ ഉണ്ടായിട്ടില്ല. P ശശി വന്നതിന് ശേഷമാണ് പോലീസിന്റെ സ്വഭാവത്തിൽ ഈ നിലയിലുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രതിപക്ഷ സമരങ്ങളോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും P ശശി വന്നതിന് ശേഷം ഈ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക, എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ഗുണ്ടാ സംഘമായി പോലീസിനെ മാറ്റിയെടുക്കുക, കേരള പോലീസിന്റെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വത്തെയും പ്രവർത്തന ശൈലിയെയും ഇല്ലാതാക്കി CPMന്റെ ഒരു മർദ്ദക സേനയായി കേരളത്തിലെ പോലീസിനെ മാറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള അങ്ങേയറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവകേരളം എന്ന് പറയുന്ന ആശയത്തിന്റെ നേർ വിപരീത ദിശയിലേക്ക് കേരളത്തിലെ പോലീസിനെ കൊണ്ടുപോകുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കഴിവുറ്റ ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിനൊക്കെ നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഏജൻസിയെ ഈ നിലയിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അതിന് മറുപടി പ്രധാനമായും ആർഷോയുമായിട്ടാണ് VT ബൽറാം താരതമ്യം ചെയ്യുന്നത്. ആർഷോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നേരത്തെ Debate with MV Nikesh Kumar.